പേടിക്കാനൊന്നുമില്ല. കണ്ണു തുറന്നു സംസാരിക്കുകയും ചെയ്തു. താങ്ക് ഗോഡ്. ഡോക്ടർ, എന്താ അവൾക്ക് പറ്റിയത്? അതൊക്കെ പറയാം. അതിനു മുമ്പ് നിങ്ങൾ അവളുടെ ആരാണെന്ന് പറയൂ. ഡോക്ടർ, ഞാൻ കൈലാഷ്, പാർവതി ജോലി ചെയ്യുന്ന കമ്പനിയുടെ MD. ഓ, നിങ്ങൾ? എന്റെ പേര് പ്രിയൻ, പാർവതിയുടെ കൂടെ ജോലി ചെയ്യുന്ന ആളാ. അവൾക്ക് എന്താ പറ്റിയത് ഡോക്ടർ? നിങ്ങളുടെ കൂടെ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്താ ഡോക്ടർ? പാർവതിയുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് ലേഡീസിനോട് മാത്രമേ പറയാൻ പറ്റൂ. അവളുടെ അമ്മയോടോ അവൾക്ക് ചേച്ചിയുണ്ടെങ്കിൽ അവരോടോ വരാൻ പറയൂ. ഡോക്ടർ, പാർവതിയുടെ അമ്മയും ചേച്ചിയൊക്കെ നാട്ടില. അവൾ ഇവിടെ ഒരു ഹോസ്റ്റലിലാ താമസം. അവളുടെ ലോക്കൽ ഗാർഡിയനായിട്ട് ഏതെങ്കിലും സ്ത്രീ ഉണ്ടെങ്കിൽ അവരോട് വരാൻ പറയൂ. ഡോക്ടർ, എനിക്ക് പാർവതി ഒന്ന് കാണാൻ പറ്റുമോ? ആ, പോയി കണ്ടോളൂ. വേണ്ട, എന്നെ കണ്ട പാറുവിന് വീണ്ടും ടെൻഷനാവും. അവളുടെ കണ്ടീഷൻ കൂടുതൽ മോശമാവുകയും ചെയ്യും. ഏതെങ്കിലും സ്ത്രീയെ ഇവിടെ വരുത്തണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ആരെയാ ഇപ്പൊ വിളിക്കുക? പറയൂ പ്രിയൻ. മാഡം, പാർവതിക്ക് പെട്ടെന്ന് വയ്യാതെയായി, കുഴഞ്ഞു വീണു. ഇപ്പോ ഹോസ്പിറ്റലില്. മാഡത്തിന് ഇവിടം വരെ ഒന്ന് വരാൻ പറ്റുമോ? പാർവതിക്ക് എന്താ പറ്റിയേ? ഡോക്ടർ എന്താ പറഞ്ഞേ? കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല മാഡം, പേടിക്കാൻ മാത്രമൊന്നുമില്ല. കണ്ണു തുറന്നു. ഡോക്ടറോട് സംസാരിക്കുകയും ചെയ്തു. അവക്ക് എന്താ പറ്റിയത്? അറിയില്ല, ചോദിച്ചിട്ട് ഡോക്ടർ ഒന്നും പറയുന്നുമില്ല. ലേഡീസിനോട് മാത്രം പറയൂന്നാ ഡോക്ടർ പറയുന്നത്. അവളുടെ അമ്മയും ചേച്ചിയൊക്കെ നാട്ടിലല്ലേ, അതുകൊണ്ടാ ഞാൻ മാഡത്തെ വിളിച്ചത്. മാഡത്തിനൊന്ന് ഇവിടം വരെ വരാൻ പറ്റുമോ? ഞാൻ വരാം. ഏത് ഹോസ്പിറ്റലില്? ഈ ഹോസ്പിറ്റലില്. ഞാൻ പെട്ടെന്ന് എത്താം. ആ, ശരി മാഡം. പൂ പറിക്കുന്ന ലാഘവത്തോടെ അവളുടെ ജീവൻ എടുക്കുന്ന നീ വീമ്പ് പറഞ്ഞോണ്ടാ ചോദിച്ച ലക്ഷ്യങ്ങളെന്ന് ഞാൻ കരാർ ഉറപ്പിച്ചത്. എന്നിട്ടോ അവളുടെ മൂക്കിൻ തുമ്പി പോലും തൊടാൻ കഴിയാതെ തോറ്റ് തുന്നമ്പാടി വന്നിരിക്കുന്നു. നിനക്ക് പറ്റിയവര് മായെന്നല്ല, ഒരു വകയ്ക്കും കൊള്ളാത്തവനെന്നാ. നിർത്തണോ? നൂറുകണക്കിന് ആൾക്കാരുടെ മുമ്പിൽ വെച്ചണം അവൾ ഇടപാട് തീർക്കാൻ. പക്ഷെ കൊലപാതകമാണെന്ന് ആൾക്ക് മനസ്സിലാവാനും പാടില്ല. ആത്മഹത്യയാണെന്നോ അപകട മരണമാണെന്നോ തോന്നിപ്പിക്കുകയും വേണം. അങ്ങനെ 100 ഡിമാൻഡ്സ് ഉണ്ടായിരുന്നില്ലേ? എന്നെ എന്റെ വഴിക്ക് വിട്ടിരുന്നെങ്കിൽ അവളുടെ സഞ്ചനിപ്പോ കഴിഞ്ഞനെ. ഡിമാൻഡ് മുൻകൂട്ടി പറഞ്ഞിട്ട് തന്നെയല്ലേ നിനക്ക് ഞങ്ങൾ കൊട്ടേഷൻ തന്നത്? വെറുതെ അവളെ കൊന്നുകളയാനാണെങ്കിലേ ഞങ്ങൾക്ക് നിന്റെ സഹായമൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. കൊല്ലാനുള്ള കൈയുറപ്പും കരളുറപ്പും എനിക്കുണ്ട്, ഇവനുണ്ട്. പക്ഷെ അവളെ കൊന്നെറിഞ്ഞ പോലീസിന്റെ PKR അങ്കിളുടെ അന്വേഷണം കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങളിലേക്ക് എത്തും. അതൊഴിവാക്കാനാ ആവശ്യപ്പെട്ട ക്യാഷ് എന്താന്ന് നിന്നെ ഈ പണിയേൽപ്പിച്ചത്. ഞങ്ങളുടെ ഡിമാൻഡ്സ് ഒക്കെ നീയും അംഗീകരിച്ചല്ലേ? ശരിയാ, നിങ്ങളുടെ എല്ലാ ഡിമാൻഡ്സും അംഗീകരിച്ചിട്ട് തന്നെയാ ഈ കൊട്ടേഷൻ ഞാൻ ഏറ്റെടുത്തത്. പക്ഷെ അവളെ ഒറ്റയ്ക്ക് കിട്ടിയിട്ട് വേണ്ടേ കൊല്ലാൻ? അവളെ എവിടെ തെരഞ്ഞാലും ഒരുത്തൻ അവളുടെ പിറകെ തന്നെ ഉണ്ടാവും. സൗഹൃദം നടിച്ച് ഞാൻ അവളുടെ അടുത്തേക്ക് എന്നാ അവൻ ഇടയിൽ കയറി നിൽക്കും. അവളെ ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി ഞാൻ അവളുടെ പുറകെ വാഷ്റൂമിൽ ചെന്നപ്പോ അവൻ അവിടെ എത്തി. അവന് അവളെ അവിടെ വെച്ച് തീർക്കായിരുന്നു എനിക്ക്. അതും പാടില്ലെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? എന്നിട്ടിപ്പോ കുറ്റം എനിക്ക്. നീ എത്രയൊക്കെ ന്യായീകരിച്ചാലും നിനക്ക് വീഴ്ച പറ്റിയെന്നുള്ളത് സത്യം തന്നെയാണ്. ഒരു പ്രൊഫഷണൽ കില്ലർക്ക് ഇതേ തൊട്ടടുത്ത് കിട്ടും. അല്ലാതെ തന്നെ എന്തൊക്കെ വഴികളുണ്ട്? അവള് കഴിക്കുന്ന ഫുഡില് അവൾ അറിയാതെ ഒരു തുള്ളി പോയിസൺ. അതിനുള്ള അവസരം പോലും നിനക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. ശരിയാ, എനിക്ക് വീഴ്ച പറ്റി. എന്റെ കഴിവേട് തന്നെ ഞാൻ സമ്മതിക്കുന്നു. വാങ്ങിയ കാശിനുള്ള പണി ചെയ്തിട്ടേ മായ തിരിച്ചു പോവൂ. ഒന്നല്ല 2 കൊലപാതകങ്ങൾ. നിങ്ങൾക്ക് വേണ്ടി അവളെയും
എന്റെ വഴിമുടക്കേന് അവനെയും. അതിനുശേഷമേ നമ്മൾ തമ്മിൽ ഇനി കാണൂ. മായ നിക്ക്. പ്രിയൻ നിന്നെ വ്യക്തമായി കണ്ടതാ. നീ ഇനി ഏത് ശിഖണ്ഡി വേഷം കെട്ടിച്ചെന്നാലും അവൻ നിന്നെ തിരിച്ചറിയും. നീ പിടിക്കപ്പെട്ടാൽ അടുത്ത നിമിഷം ഞങ്ങളും പിടിക്കപ്പെടും. വിട്ടേക്ക്. നീ തിരിച്ചു നോക്കും. തിരിച്ചു പോവാനോ? ഞാൻ കഴിവുകെട്ടവനാണെന്ന് ഒരാൾ എന്റെ മുഖത്ത് നോക്കി പറയുന്നത് ഇതാദ്യമായിട്ടാ. ഏറ്റെടുത്ത പണി പാതിയിലിട്ട് തിരിച്ചു പോയ ശീലമില്ലേ മായക്ക്. അവളെയും അവനെയും തീർക്കാതെ ഞാനിവിടുന്ന് തിരിച്ചു പോവില്ല. ഹ, വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഞാൻ സമ്മതിക്കില്ല. എനിക്കെന്തിനാ നിന്റെ പെർമിഷൻ? മായ, എന്നെ തടയാൻ ശ്രമിക്കരുത്. തടയാൻ ശ്രമിച്ച എന്റെ കത്തി ആദ്യം അരിയുന്നത് നിന്റെ കൊരവളിയായിരിക്കും. മായ, വേണ്ട. ആമ്പോട്ടെ, നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം തന്ന അഡ്വാൻസ് തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയിരിക്കുക. എത്രയും പെട്ടെന്ന് കൺസൈൻമെന്റ്സ് അയച്ചില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബിസിനസ് പൂട്ടിക്കെട്ടേണ്ടി വരും. നമ്മളിനി എന്ത് ചെയ്യും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നിന്റെ മനസ്സിൽ? ബിസിനസ് പൂട്ടിക്കെട്ടി വീട്ടിലിരിക്കാനല്ലല്ലോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്. ഞാൻ തന്നെ കളത്തിലിറങ്ങി കളിക്കാൻ പോവാ. പാർവതി, ഏയ് വേണ്ട വേണ്ട, എഴുന്നേക്കണ്ട, കിടന്നോളൂ. ഞാൻ കാരണം സാറിന് വലിയ ബുദ്ധിമുട്ടായോ? ബുദ്ധിമുട്ടോ? ഇതൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടാണോ? ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ പാർവതിയുടെ ഈ കിടപ്പ് കാണുമ്പോൾ നല്ല വിഷമമുണ്ട്. എനിക്കെന്താ സാർ പറ്റിയത്? ഡോക്ടർ എന്താ പറഞ്ഞത്? ഞാൻ ചോദിച്ചപ്പോ ഒരസുഖവും ഇല്ലെന്നാ പറഞ്ഞത്. ഞാൻ ചോദിച്ചപ്പോഴും അത് തന്നെ പറഞ്ഞത്. ഒരസുഖം ഇല്ലെങ്കിൽ കണ്ണില് ഇരുട്ട് കയറുന്ന പോലെയൊക്കെ തോന്നുവോ? ബോധം നഷ്ടപ്പെട്ട് വീഴുവോ? എനിക്കെന്തോ വലിയ അസുഖം ഉണ്ടെന്നാ തോന്നുന്നത്. സാറ് തുറന്നു പറയാത്തതാ. ഇല്ല പാർവതി, ബോധം നഷ്ടപ്പെടുന്നത് അസുഖം കൊണ്ട് തന്നെ ആവണമെന്നില്ല. മനസ്സിലെ പേടിയോ ടെൻഷനോ ഉണ്ടെങ്കിലും ബോധം നഷ്ടപ്പെടാം. പ്രിയം പറഞ്ഞതുപോലെ നിന്നെ ആരെങ്കിലും അപകടപ്പെടുത്താൻ ശ്രമിച്ചിരുന്നോ? പാർവതി ശരിക്കും ഓർത്തു നോക്കിയേ. സാറിനോട് ഞാൻ കള്ളം പറഞ്ഞെന്നാണോ സാർ പറയുന്നത്? സാറിനോട് ഞാൻ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല. നീ കള്ളം പറഞ്ഞു എന്നല്ല. ഫംഗ്ഷൻ നടക്കുമ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നില്ലേ? അവരിൽ പലരും പാർവതിക്ക് പരിചയമില്ലാത്തവരുമായിരുന്നു. അവരിൽ ഒരാൾ നിന്നെ ഇല്ലാതാക്കാൻ വന്ന ആളാണെങ്കിലും നീ അയാളെ കാര്യമായി ശ്രദ്ധിച്ചില്ല. ഇതിനു മുമ്പും നിന്നെ അപകടപ്പെടുത്താനുള്ള ശ്രമം നടന്നതുകൊണ്ട് പ്രിയൻ അയാളെ ശ്രദ്ധിച്ചു. സംഭവിച്ചത് അതാണെങ്കിലോ? അല്ലാതെ നിന്നെ ആരോ കൊല്ലാൻ വന്നെന്ന് കള്ളം പറഞ്ഞതുകൊണ്ട് പ്രിയനെന്താ നേട്ടം? അയാള് കള്ളം പറയും.